വെറും 24 മണിക്കൂറിനുള്ളില് പോയ 1ാം സ്ഥാനം ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും. അത് മാത്രല്ല അളിയാ, ഒഡീഷയ്ക്ക് ഒരു ടീമാണോ? നമ്മൾ ഇത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു? അല്ല, ഇന്നത്തെ കളി ഇവനല്ലേ തോറ്റു. പക്ഷെ ഒഡീഷയുടെ ചെറിയ വിജയമല്ലേ? ചെറിയ വിജയം. നീ ഇന്നലെ പറഞ്ഞതിനനുസരിച്ച് മിനിമം ഒരു 5 ഗോളിന് ജയിച്ചാലല്ലേ വലിയ വിജയമാവുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ? ഈ തോറ്റവരെ കളിയാക്കുന്നത് ധീരന്മാർക്ക് ചേർന്ന പ്രവൃത്തിയല്ല കേട്ടോ. അതെ, ഞങ്ങൾ അത്ര ധീരന്മാരല്ല. അതെ, ഇനി കളിയാക്കാലോ. ഫ്രാൻസിസേ, എന്റെ വേറൊരു ഐറ്റം ഉണ്ട്. എന്താ കളിയാ? ട്രെൻഡിങ് ഐറ്റം ആണ്. പറ. ഗോളി എറിയാതെ ഗോൾ അടിച്ച് കൊടുക്കുന്നു. കോണ്ടാക്ട്. ഈ വെറുപ്പിക്കലായിരുന്നു. എന്നാ ഞാനൊരു ഐറ്റം പറയട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സ് അറിയാതെ തോറ്റു കൊടുക്കുന്നു. മതിയടേ, ഒരു കളി തോറ്റതിനാണ് ഈ ഡയലോഗ് അടി. അലിയ ശരത്തെ, 11ാമത്തെ മിനിറ്റിൽ ദിമിയുടെ ഗോൾ വീണപ്പോ കളി ജയിച്ചു എന്ന് വിചാരിച്ച് നിനക്കും മഞ്ഞപ്പടയ്ക്കും. കിട്ടിയ തിരിച്ചടിയല്ലേ അലിയ ഈ തോൽവി? ശരിയാ, ഫസ്റ്റ് ഹാഫിൽ ഞങ്ങളുടെ ദിമി ഗോൾ അടിച്ചു. സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങി. പക്ഷെ അലിയ, അത് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. ഓവർ കോൺഫിഡൻസ് ഒന്നുമല്ല, ഞങ്ങളുടെ സ്ക്വാഡിലെ ബലഹീനത മനസ്സിലാക്കി ഒഡീഷ നന്നായിട്ട് കളിച്ചു. കളിച്ചു. അത് മാത്രമല്ല, 53ാം മിനിറ്റിലും 57ാം മിനിറ്റിലും റോയ് കൃഷ്ണയുടെ കിടിലൻ ക്രോസിൽ കൂടെ 2 കിടിലൻ ഗോളാ പിറന്നു. കളി ഞങ്ങൾക്ക് കുറെ നാളായിട്ട് ഫുൾ സ്ക്വാഡായിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. അത് ശരിയാ, ഇവർക്ക് ഇപ്പൊ ഫിനിഷ് ചെയ്യാൻ ആകെ ദിമ്മി മാത്രമേ ഉള്ളൂ. പെപ്പർ ഉണ്ടായപ്പോ അത്ര സീനില്ലായിരുന്നു. ഇപ്പൊ സീന. ശരിയാ, നിങ്ങൾക്ക് കോർണർ അടിക്കാൻ നല്ലൊരു പ്ലെയർ ഇല്ല. ഇന്നലെ തന്നെ 7 കോർണറാ കിട്ടിയ. എന്തെങ്കിലും ഉപകാരം ഉണ്ടായി? എല്ലാവരും കുറവാ. നല്ലൊരു വിങ്ങർ ഇല്ല, നല്ല ഫിനിഷ് ചെയ്യാൻ ആളില്ല, ഡിഫൻസിൽ പ്രോബ്ലം. ഞാകുള്ള ഒരു പ്രതീക്ഷ ചെർമിച്ച് വരും, എല്ലാം ശരിയാവും എന്നതാ. അത് ശരി, പ്രതീക്ഷ നല്ലതാ. അതെ. അല്ല, ഈ ബ്ലാസ്റ്റേഴ്സ് പൊട്ടിയതോടെ നിക്കട്ടെ. ഇനി എന്താ? ഇന്നലെ അൽ നാസർ ഇന്റർ മിയാമി കളി ഉണ്ടായിരുന്നു. 6-0 ഇന്റർ മിയാമി പൊട്ടിയ. അതിന് നിന്റെ മെസ്സിയുടെ ടീമല്ലേ ഈ ഇന്റർ മിയാമി? റൊണാൾഡോന്റെ ടീം അൽ നസർ. അതിന് അവർ രണ്ടുപേരും കളിച്ചില്ലല്ലോ, പിന്നെന്താ? അല്ല, ഇപ്പൊ മെസ്സി കളിച്ചില്ലേ? അളിയ, ഞാൻ ഉദ്ദേശിച്ചത് റൊണാൾഡോയും മെസ്സിയും ഒരുമിച്ച് ഇറങ്ങിയില്ല. അല്ല അളിയ, എന്താ റൊണാൾഡോ ഇറങ്ങാൻ? കാഫ് ഇഞ്ചുറി. നീ കളി കണ്ടില്ലേ? ഇല്ല, ചുമ്മാ ന്യൂസ് കണ്ടിട്ട് വന്ന് ഡയലോഗ് അടിക്കാണല്ലേ. മെസ്സി ഇറങ്ങി 83ാമത്തെ മിനിറ്റില്. ക്രൗഡൊക്കെ എന്ത് ലൗഡായിരുന്നു അറിയോ? അതെന്താ പത്ര നേരം ഇറങ്ങാഞ്ഞ്? അല്ലെ, അത് കഴിഞ്ഞ കളി അൽ ഹിലാലിന്റെ കൂടെ കളിച്ച ശേഷം പുള്ളിക്ക് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തതുകൊണ്ട് ഇന്നത്തെ കളി ഇറങ്ങിയില്ല. ഇനി ഇഞ്ചുറി പറ്റണ്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ കളി തോറ്റതുകൊണ്ട് മെസ്സി കളിക്കാത്തോണ്ട് കളി തോറ്റെന്ന് പറയാലോ. പോടാ, നമ്മുടെ തളപതി രാഷ്ട്രീയ പാർട്ടി അനൗൺസ് ചെയ്തു. തമിഴ് വെട്രി ഘടകം. യെസ്, മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ സിനിമ വിടേണ്ടി വരും. അങ്ങനെ പുള്ളി പറഞ്ഞ? അങ്ങനെ സിനിമ നിർത്തുന്നു പറഞ്ഞില്ല. പക്ഷെ രാഷ്ട്രീയം ഹോബിയല്ല, സീരിയസ് ആയിട്ടാണ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വിടുന്നല്ല അതിന്റെ അർത്ഥം. ഓ, പുള്ളി സിനിമ അഭിനയം നിർത്താതിരിക്കാൻ വേണ്ടി ഇനി ഫാൻസ് തന്നെ പുള്ളിക്കെതിരെ വോട്ട് ചെയ്ത് പുള്ളിനെ തോൽപ്പിച്ചാലോ? അത് ശരി. ഇത് ISLന്റെ സീരീസ് അല്ലേ? നമ്മൾ ഈ കാര്യം കൂടെ പറയണേ. അതെ, ഇന്നത്തെ കളീനെ പറ്റി പറ. ഇന്ന് സാറ്റർഡേ അല്ലേ? 2 കളി ഉണ്ടപ്പോ. യെസ്, പഞ്ചാബ് വേഴ്സസ് ബംഗളൂരു FC 5 മണിക്ക്. ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് മോഹൻ ബഗാൻ രാത്രി 7:30. അപ്പൊ ഇന്ന് രണ്ടുപേരും തോൽവിയുടെ രുചി അറിയും. ഈസ്റ്റ് ബംഗാളൊക്കെ ഞങ്ങൾക്ക് ഈസി പീസിയാ. ഞങ്ങള് അവരും തമ്മിൽ 6 കളി ഏറ്റുമുട്ടിയിൽ 6 കളിയും ജയിച്ചത് ഞങ്ങളാ. അപ്പൊ ഇന്ന് തോക്കാം. താങ്ക്സ് അളിയാ, നീ ഇങ്ങനെ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ തോൽക്കുന്നു തന്നെയല്ലേ പറഞ്ഞേ? എടാ മണ്ട, തിരിച്ചു പറയണ്ടേ? ശരിയാ, മാൻഡ്രേക്ക് വർക്കാവില്ല. പക്ഷെ ഞങ്ങളും പഞ്ചാബും കളിച്ചിട്ട് ഒരു കളി, അത് 3-3 സമനിലയായിരുന്നു. നിർത്ത്, നീ ഇപ്പൊ എന്താ പറഞ്ഞ? ഒരു കളി സമനിലയാണെന്ന്. അതിനു മുമ്പ് ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞു മാൻഡ്രേക്ക്. അതിന് ഇന്നലെ പേടിക്കണ്ട അളിയാ, നിങ്ങളിന്ന് ജയിച്ചിരിക്കും. എടാ കുരുത്തം കെട്ടവനെ, നിന്നെ ഞാൻ കൊല്ലൂടാ.